ദൈവത്തിൻ്റെ ധന്യനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ ഈ സമയം നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് അവസരം നൽകി. വിശേഷാൽ ഇന്നും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. നാം ആയിരിക്കുന്ന വിവിധ ഇടങ്ങളിൽ, വിശേഷാൽ ഇന്ന് രാത്രിയിൽ ഈ ലൈവിൽ ഞങ്ങൾ ശ്രമിക്കുന്ന വിവിധ രാജ്യങ്ങളിലിരുന്ന് ഞങ്ങളെ കേൾക്കുന്ന നാം എവിടെയാണോ അവിടെ ആ ദൈവ സാന്നിധ്യം നമ്മെ അനുഗ്രഹിപ്പാൻ, നമ്മിൽ അത്ഭുതം ചെയ്യുവാൻ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് രാത്രിയിൽ എനിക്കും തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരവസരം നൽകി. വിശേഷാൽ ഇമ്മാനുവേൽ മിഷൻ TV-യിലൂടെ തിരുവചനത്തെ സംസാരിപ്പാൻ കർത്താവ് നൽകുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇമ്മാനുവേൽ മിഷൻ TV-യുടെ ഡയറക്ടറായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്ത ദൈവദാസൻ പാസ്റ്റർ വർഗീസ് തുടിയൻ, ഈ ടീമിലെ മറ്റംഗങ്ങൾ എല്ലാവർക്കും എൻ്റെ സ്നേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. നമ്മോട് കൂടിയുള്ള ദൈവ സാന്നിധ്യം നമ്മിൽ അത്ഭുതം ചെയ്യുവാൻ മതിയായതാണ്. ഇന്ന് നമ്മിൽ വ്യാപരിക്കുന്ന കർത്താവിൻ്റെ കൃപ നമ്മുടെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ഇന്ന് ദൈവത്തിൻ്റെ കൃപ നമ്മെ നിർത്തിയിരിക്കുമ്പോൾ നാം പൂർണ്ണമായും ദൈവത്തിൽ ആഴമേറിയ വിശ്വാസത്തിന് നമ്മുടെ ഹൃദയത്തെ നാം വിട്ടുകൊടുക്കണം. ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിപ്പാൻ കൃപയിൽ ആശ്രയിക്കുന്ന തിരുവചനം അത് വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ആഴമായി വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം മതിയായ ദൈവമാണെന്ന് വിശ്വസിക്കുക മാത്രമല്ല, അത് നാം ചിന്തിക്കുന്നതിനേക്കാൾ നിലക്കുന്നതിനേക്കാൾ അപ്പുറമായ ഒരു ദൈവപ്രവൃത്തിയിലേക്ക് നമ്മെ കൊണ്ടുചെല്ലുവാൻ മതിയായതാണ്. തിരുവചനത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 40-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. യേശു തൻ്റെ അടുക്കൽ നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, ഭാരങ്ങളെ വഹിച്ച് ഹൃദയ തകർച്ചയോട് നിൽക്കുന്ന മാർത്തയോട് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ്. എല്ലാവർക്കും അത് സുപരിചിതമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എല്ലാവർക്കും സുപരിചിതമായതും എപ്പോഴും നമ്മുടെ നാവുകളിൽ, ഹൃദയങ്ങളിൽ ഉള്ള ഒരു വാക്യമാണത്. ഏത് കുഞ്ഞിനോടും ചോദിച്ചാൽ പറയുന്ന മനപ്പാഠ വാക്യമാണ്. യേശുവിൻ്റെ തിരുവായ്മൊഴിയെ പറഞ്ഞ വാക്യം: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാനിന്ന് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എവിടെയാണോ, ഏത് രാജ്യത്താണോ നിങ്ങൾ ഞങ്ങളെ ശ്രമിക്കുന്നത്, അവിടെ ഇരുന്ന് നിങ്ങൾ തിരുവചനത്തെ വിശ്വസിച്ചാൽ ഉറപ്പായും ഇന്ന് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ മഹത്വം കാണത്തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മിൽ വ്യാപരിപ്പാൻ ഇടയായിത്തീരും. യേശു പറഞ്ഞ വാക്ക്, ആ ചരിത്ര സംഭവങ്ങളെല്ലാം നമുക്ക് സുപരിചിതമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒട്ടനവധി ചരിത്രങ്ങളെ നമുക്ക് വായിക്കുവാൻ കഴിയും. എന്നാൽ ആ ചരിത്രങ്ങൾ ഇന്നും ജീവിപ്പിക്കത്തക്കവണ്ണം ആ ചരിത്ര സംഭവങ്ങളെ വീണ്ടും ആ ചരിത്രം എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നുവോ അതുപോലെ തന്നെ ഇന്നും ജീവിപ്പിക്കുന്ന ചരിത്രമായി വെളിപ്പെടുത്തുവാൻ നാം സേവിക്കുന്ന കർത്താവ് മതിയായവനാണ്. ലോകത്തിൽ ഒത്തിരി ചരിത്രങ്ങളുണ്ട്, ഒത്തിരി ചരിത്ര സംഭവങ്ങൾ നാം പഠിക്കുന്നവരാണ്, പഠിച്ചവരാണ്, നമുക്കറിവുള്ളതാണ്. ആ ചരിത്രമെല്ലാം ഇന്നും ചരിത്ര പുസ്തകമായും ചരിത്ര സ്മാരകങ്ങളായും നിലനിൽക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ
രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തിൽ, യേശുവിൻ്റെ ശുശ്രൂഷയിൽ മരിച്ചവർ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ ചരിത്രത്തെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലും ഇപ്രകാരം ഒരു അത്ഭുതം ചെയ്യുവാൻ ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് മതിയായവനാണെന്ന് വിശ്വസിപ്പാൻ ഒരുവൻ തയ്യാറായാൽ, ഇന്ന് ഞങ്ങൾ ഉറപ്പോടെ വിളിച്ചു പറയുന്നു, ആ ചരിത്ര സംഭവം കേവലം എഴുതപ്പെട്ട ചരിത്ര സംഭവങ്ങളായി ഈ രേഖകളായി മാത്രം ഇരിക്കാതെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ജീവനായി വ്യാപരിക്കത്തക്കവണ്ണം അത്ഭുതം ചെയ്യുവാൻ വിശുദ്ധ വേദപുസ്തകത്തിലെ ചരിത്രങ്ങൾ ഇന്നും ജീവിക്കുന്ന ചരിത്രങ്ങളാണ്. ഹല്ലേലൂയ! ഈ ചരിത്ര സംഭവത്തിൻ്റെ പശ്ചാത്തലം എല്ലാം നമുക്കറിയാവുന്നതാണ്. ഒരു ഭവനത്തിലെ ദുഃഖകരമായ അനുഭവം, യേശു ഉണ്ടായിരുന്ന ഭവനം, യേശു നിത്യ സന്ദർശകനായിരുന്ന ഭവനം, യേശു സ്നേഹിച്ചിരുന്ന ഭവനം, ആ ഭവനത്തിലാണ് ഒരു മരണം സംഭവിക്കുന്നത്. ആ മരണത്തിന് ഒരു ദൈവിക ഉദ്ദേശമുണ്ടായിരുന്നു. ആ ദൈവിക ഉദ്ദേശം ആ ഭവനത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ അഥവാ പുത്രനാം യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വവും പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വവും വെളിപ്പെടണമെന്നുള്ള ദൈവഹിതത്തിൻ്റെ അടയാളമായിരുന്നു, ദൈവഹിതത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു ബഥാനിയിലെ ലാസറിൻ്റെ മരണം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നൊരു ദൈവിക ദൂത്, ദൈവം സ്നേഹിക്കുന്ന, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തികൾ അല്ല, ഭവനങ്ങൾ അല്ല, ദേശങ്ങൾ എല്ലാം ഒരു ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ദൈവഹിതത്തിലേക്ക് ആ അനുഭവങ്ങളെ, ആ ദേശത്തെ, ആ വ്യക്തികളെ, ആ ഭവനത്തെ ദൈവം കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ സംഭവിച്ച ആ കണ്ണീരിൻ്റെ അനുഭവം. ആ കണ്ണീരിൻ്റെ അനുഭവം അവരെ തകർക്കുവാനോ അവരെ നിന്ന പാത്രമാക്കുവാനോ ആയിരുന്നില്ല. മറിച്ച് ആ വ്യക്തികളിലൂടെ ആ ദേശത്ത് ഒരു ദൈവപ്രവൃത്തി, യേശുവിനെ സ്വീകരിച്ച ഭവനത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്നും, യേശുവിനെ സ്നേഹിക്കുന്ന ഭവനത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുമെന്നും, യേശു സ്നേഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നും ലോകത്തോട് വിളിച്ചു പറയുവാൻ വേണ്ടിയിട്ടാണ് മാർത്തയുടെയും മറിയയുടെയും ജീവിതത്തിൽ ഇപ്രകാരം ഒരു അനുഭവം ഉണ്ടായത്. എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച ഭവനമാണോ? നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിത്വമാണോ? എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, യേശു നിങ്ങളിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളിലൂടെ, നിങ്ങളുടെ ഭവനത്തിലൂടെ, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഒരു അത്ഭുതമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ ശബ്ദത്തെ ശ്രമിക്കുന്ന, ഈ ദൈവവചനത്തെ കേൾക്കുന്ന, ഈ ദൈവവചനത്തെ സ്വീകരിക്കുന്ന, ഈ ദൈവവചനത്തെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും വലിയൊരു അത്ഭുതത്തെ ചെയ്യുവാൻ ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവിടുന്ന് വായിച്ചത് മാർത്തയോട് പറഞ്ഞ വാക്കാണ്. എന്താണ് യേശു മാർത്തയോട് പറഞ്ഞത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവിടെ വ്യക്തിപരമായ ഒരു സന്ദേശമാണ് മാർത്തയോട് കർത്താവ് പറയുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ എവിടെയാണെങ്കിലും, ഏത് രാജ്യത്തിരുന്നാണെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടായി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിശ്വസിപ്പാൻ തയ്യാറായാൽ, നീ സേവിക്കുന്ന നിന്റെ കർത്താവ്, നിന്റെ അടുക്കൽ വന്നിരിക്കുന്ന നിന്റെ പ്രിയനാഥനെ നീ വിശ്വസിപ്പാൻ തയ്യാറാകുന്നെങ്കിൽ, നിന്റെ ഗുരുവായിരിക്കുന്നവനെ നീ വിശ്വസിപ്പാൻ തയ്യാറാകുന്നു എങ്കിൽ, നിന്റെ ജീവിതത്തിലെ മരണകരമായ അനുഭവത്തെ മാറ്റി നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുമോ? വ്യക്തിപരമായി ദൈവവുമായിട്ടൊരു ആഴമേറിയ ബന്ധമാണ് വിശ്വാസം എന്നുള്ള അനുഭവം. ലോകത്തെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ വിശ്വസിക്കുന്നവരാണ്. പല രീതിയിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇവിടത്തെ പ്രത്യേകത,
മരണത്തിൻ്റെ 4 ദിവസങ്ങൾ കഴിഞ്ഞ തൻ്റെ സഹോദരൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. യേശു ആ വീട്ടിലേക്ക് വരുമ്പോൾ ഓടി വന്ന് മാർത്ത യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. യേശു ആ വാക്ക് കേട്ട് അവളോട് പറഞ്ഞത്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ആ വാക്ക് അവളെ ചിന്തിപ്പിച്ചത് പുനരുത്ഥാനത്തിലെ ഉയർപ്പിനെ കുറിച്ചാണ്. അവൾ യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് പുനരുത്ഥാനത്തിങ്കൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. എന്നാൽ യേശു അവളോട് പറയുന്നത്, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവും ഞാൻ തന്നെയാണ്. നിന്റെ അടുക്കൽ വന്നിരിക്കുന്നവനാണ് മരണത്തെയും ഉയർപ്പിനെയും വിധിപ്പാൻ, അല്ലെങ്കിൽ മരണത്തെ തോൽപ്പിച്ച് ജീവനിലേക്ക് ഉയർപ്പിലേക്ക് കൊണ്ടുവരുവാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്ന ഞാൻ തന്നെയാണ് പുനരുത്ഥാനമെന്ന് പറയുമ്പോഴും അവൾക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. എന്നാൽ വളരെ വ്യക്തമായി യേശു അവളോട് പറയുന്നത്, 4 നാൾ കഴിഞ്ഞു, നാറ്റം വെച്ചിരിക്കുന്നു, കല്ലറ തുറക്കാൻ കഴിയത്തില്ലെന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കല്ല് മാറ്റുക എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവൾ പറയുന്നു, 4 നാൾ കഴിഞ്ഞു നാഥനെ, നാറ്റം വെച്ചിരിക്കുകയാണ്, ഒരിക്കലും അത് തുറക്കാൻ കഴിയത്തില്ല. എന്നാൽ യേശു അവളോട് പറയുന്നത്, 4 നാളല്ല 40 നാളായാലും നിന്റെ വിശ്വാസം എങ്ങനെയാണോ, നീ നിന്റെ അടുക്കൽ നിൽക്കുന്ന എന്നിലൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഏതനുഭവത്തെയും മാറ്റി നിന്റെ നഷ്ടങ്ങളെ നിന്റെ കരങ്ങളിൽ മടക്കി തരാൻ, നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ മാറ്റി നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ ഞാൻ മതിയായവനാണെന്നുള്ള ഉറപ്പവൾക്ക് കൊടുത്തുകൊണ്ട് അവളുടെ നഷ്ടത്തെ യേശു അവൾക്ക് മടക്കി കൊടുത്തതുപോലെ ഇന്ന് ദൈവത്തിന്റെ വചനത്തെ കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, എവിടെയോ നഷ്ടപ്പെട്ടു പോയത്, ഇനി അത് ലഭിക്കത്തില്ലെന്ന് പറഞ്ഞത്, ഇനി അത് കാണത്തില്ലെന്ന് പറഞ്ഞത്, കണ്ണുനീരിന്റെ അനുഭവമാണെങ്കിലും താഴ്ചയുടെ അനുഭവമാണെങ്കിലും പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിവുള്ളവനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ചെങ്കടലിനെ വിഭാഗിച്ച് വഴി തുറക്കാൻ കഴിയുന്നവനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഈ സെക്കൻഡിൽ വിശ്വസിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായും വ്യക്തമായും വിളിച്ചു പറയുന്നു, നിങ്ങൾ അത്ഭുതങ്ങളെ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളെ പറയാൻ ഞങ്ങൾക്ക് കഴിയും. മരണത്തിൻ്റെതായ നിഴൽ ഞങ്ങളെ മൂടിയ സ്ഥാനത്തെല്ലാം വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ദൈവത്തിന്റെ കൃപ ഞങ്ങളെ തേടി വന്നു. മരണത്തെ ജയിച്ചവനെ മനസ്സിലാക്കുവാൻ, അവനെ ഒന്നുകൂടെ ആഴമായി വിശ്വസിക്കുവാൻ, ഇന്ന് ജീവിപ്പിക്കുന്ന യേശുവിനെ പ്രസംഗിക്കുവാൻ നിങ്ങളുടെ നടുവിൽ നിർത്തിയിരിക്കുമ്പോൾ ഉറപ്പോടെ വിളിച്ചു പറയുന്നു, വിശ്വസിപ്പാൻ ഒരു മനസ്സുണ്ടോ? സൗഖ്യമാക്കുവാനും വിടിവിക്കുവാനും നാഥൻ നിന്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസത്താൽ വെളിപ്പെടുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ ഉറപ്പായും നിന്റെ കണ്ണുനീരിനെ അവൻ തുടക്കും. നീ കർത്താവ് യേശുവിനെ വിശ്വസിച്ചാൽ നിന്റെ മരണത്തെ അവൻ മാറ്റും. നീ യേശുക്രിസ്തുവിനെ വിശ്വസിപ്പാൻ തയ്യാറായാൽ നിന്റെ താഴ്ചകളെ ഉയർച്ചകളാക്കുവാൻ അവൻ മതിയായവനാണ്. നീ വിശ്വസിപ്പാൻ തയ്യാറായാൽ നിന്റെ പാപത്തെ നീക്കി നിനക്കൊരു നിത്യജീവൻ തരുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. വിശ്വാസത്താൽ എന്തെല്ലാം നേടാൻ കഴിയുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ ഒട്ടനവധി ചരിത്രങ്ങളുണ്ട്, ചരിത്ര സംഭവങ്ങളുണ്ട്, വിശുദ്ധന്മാരുണ്ട്. മോശ തുടങ്ങി, അബ്രഹാം തുടങ്ങി, പൗലോസ് തുടങ്ങി, യേശുവിന്റെ ശിഷ്യന്മാർ അനവധി അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർ അനുഭവിച്ച ജീവിത അനുഭവങ്ങളിൽ ദൈവത്തിന്റെ കരം അവരെ ഉയർത്തിയതും വിടുവിച്ചതുമെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസത്താൽ മോശ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ഫറവോന്റെ കോപം ഭയപ്പെടാതെ വണ്ണം മിസ്രൈം വിട്ടുപോന്ന മോശയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ പരമ്പരയല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത്.
പറയുന്നത്. അബ്രഹാമിന്റെ ജീവിതവും നാം പരിശോധിക്കുമ്പോൾ വിശ്വാസത്താൽ അവൻ ഇറങ്ങി തിരിച്ച ആ നാഥന്റെ വാക്കുകൾ അവനെ പരാജയപ്പെടുത്തുവാനല്ല, മറിച്ച് അവന്റെ ജീവിതത്തിൽ അവനൊരു അത്ഭുതമായി മാറുവാനിടയായി തീർന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് അബ്രഹാമിലൂടെ ഇന്നും നമ്മോട് ദൈവം സംസാരിക്കുമ്പോൾ നമുക്ക് വിശ്വസിപ്പാൻ എവിടെയാണ് പ്രയാസം പ്രിയരെ? വിശ്വാസത്തിന്റെ വീരന്മാരുടെ ഒരു പട്ടിക എബ്രായർ ലേഖനത്തിൽ പൗലോസ്, ധന്യനായ പൗലോസ് രേഖപ്പെടുത്തുമ്പോൾ അവിടെയെല്ലാം വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തിയവരെ നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസത്താൽ സിംഹത്തിന്റെ വായ അടച്ചവരെ നമുക്കവിടെ കാണുവാൻ കഴിയും. വിശ്വാസത്താൽ മതിലുകളെ പൊളിച്ചവരെ നമുക്കവിടെ കാണുവാൻ കഴിയും. വിശ്വാസത്താൽ മരിച്ചവരെ സ്ത്രീകൾക്ക് തിരികെ കിട്ടിയതായി നമുക്കവിടെ കാണുവാൻ കഴിയും. ഒട്ടനവധി പ്രവാചകന്മാർ, ഒട്ടനവധി അപ്പോസ്തലന്മാർ, ഒട്ടനവധി വിശ്വാസ വീരന്മാർ വിശ്വാസത്താൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ അവർ വിളിച്ചു വരുത്തിയത് നമുക്ക് കാണുവാൻ കഴിയുമെങ്കിൽ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഞാനും നിങ്ങളും ഒരുപോലെ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായിത്തീരും. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കേൾക്കുമെന്നല്ല, മറിച്ച് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് യേശു പറഞ്ഞത്. നമ്മുടെ കണ്ണുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ മഹത്വം കാണുവാൻ, നമ്മുടെ കണ്ണുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം അവസരങ്ങളെ നൽകുകയാണ്. ഹല്ലേലൂയ. ഒരിക്കലൊരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു. തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കാൻ വന്നത്. യായിറോസ് എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. ആ മനുഷ്യൻ യേശുവിനുമായി തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ആ യാത്രയിൽ തന്നെ ഒത്തിരി സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ, ഒരു സഹോദരി തൻ്റെ ജീവിതത്തിൽ വിശ്വാസത്താൽ യേശുവിനെ തൊടുകയും യേശുവിൽ നിന്നുള്ള ശക്തി തൻ്റെ മേൽ വ്യാപരിക്കുകയും അവിടെ വിളിച്ചു പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്. യേശു അവളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നീ സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. അവിടെ 4 പദങ്ങളെ നമുക്ക് കാണാൻ കഴിയും. യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ച ആ സ്ത്രീയോട് യേശു പറയുന്ന 4 പദങ്ങൾ ഇന്നും ജീവിക്കുന്ന വാക്കുകളാണ്. യേശു അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതും വ്യക്തിപരമായ ഒരു അനുഭവമാണ്. മാർത്തയോട് പറഞ്ഞതുപോലെ തന്നെയാണ് അവളോടും യേശു പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസം നമ്മെ രക്ഷിപ്പാൻ മതിയായതാണ്. സമാധാനത്തോടെ പോകുക. നമ്മുടെ വിശ്വാസം നമ്മിൽ സമാധാനം നൽകുവാൻ മതിയായതാണ്. ബാധയൊഴിഞ്ഞ് നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ, ശുശ്രൂഷകളിൽ, നമ്മുടെ ഭൗതിക അനുഭവങ്ങളിൽ ബാധയായി വ്യാപരിക്കുന്ന സകലത്തെയും മാറ്റാൻ നിന്റെ വിശ്വാസം മതിയായതാണ്. സ്വസ്ഥമായിരിക്കുക. യേശുവിൽ വിശ്വസിച്ചാൽ ഒരു സ്വസ്ഥതയുണ്ട് പ്രിയരെ. നാം യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. ഒരുപക്ഷെ പാരമ്പര്യം നമുക്ക് പറയുവാൻ ഒത്തിരി ഉണ്ടാകാം, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒത്തിരി പറയുവാനുണ്ടാകാം. എന്നാൽ അവിടെയെല്ലാം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എത്രത്തോളമുണ്ട്? പാരമ്പര്യം ഇറങ്ങിത്തിരിച്ച നാളിലെ വിശ്വാസം ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ? അന്നുണ്ടായിരുന്ന ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടോ? നമ്മുടെ പാരമ്പര്യം വിശ്വാസത്തിൽ എവിടെയെങ്കിലും ചോർച്ച സംഭവിച്ചിട്ടുണ്ടോ? പത്രോസ് ഇങ്ങനെ വിളിച്ചു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിപ്പിൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ വിശ്വാസത്തിന്റെ കുറവുകളൊക്കെ സംഭവിക്കാം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്, നിന്റെ വിശ്വാസത്തിൽ നീ യേശുവിൽ ആഴമായി വിശ്വസിക്കുക. നിന്റെ വിശ്വാസത്താൽ നിനക്ക് നേടാൻ കഴിയാത്തതൊന്നുമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതാകുന്നു. കണ്ടോ, വിശ്വസിപ്പാൻ നമുക്ക് കഴിയണം. ഏതനുഭവത്തിലും വിശ്വാസത്താൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. മുൻപിൽ വഴിയൊന്നും കാണുന്നില്ലെങ്കിലും വഴി തുറപ്പാൻ കഴിവുള്ളവൻ കൂടെയുണ്ടെന്ന് വിശ്വസിക്കണം.
മുമ്പിൽ വാതിലുകൾ അടഞ്ഞതാണെങ്കിലും ആരും അടക്കാതെ വണ്ണം തുറക്കാൻ കഴിയുന്നവൻ കൂടെയുണ്ടെന്ന് വിശ്വസിക്കണം. മുമ്പിലൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ലെങ്കിലും വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണെങ്കിൽ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളെ മാറ്റാൻ കഴിയും. നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളുടെ പ്രതിസന്ധിയെ നീക്കുവാൻ കഴിയും. നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളുടെ മുമ്പിലുള്ള അടഞ്ഞ വാതിലുകളെ തുറക്കാൻ കഴിയും. നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയതിനെ നിങ്ങൾക്ക് മടക്കി വരുത്താൻ കഴിയും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ് നിങ്ങളോട് കൂടെയുള്ളവനെന്ന് നിങ്ങൾ വിശ്വസിക്കുക. വാക്കിനാൽ സകലത്തെയും ഉളവാക്കിയവനാണ് നിങ്ങൾ സേവിക്കുന്നവനെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിയെയും വാക്കിനാൽ ഉളവാക്കിയവനാണ് നിങ്ങളിൽ വസിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നമുക്കങ്ങനെ വിശ്വസിക്കാം. യേശു മാർത്തയുടെ അടുക്കൽ വന്നു നിന്ന് പറയുന്നു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അങ്ങനെയാണെങ്കിൽ യായിറോസിന്റെ ജീവിതത്തിലും താൻ പ്രതീക്ഷിച്ച പ്രതീക്ഷയ്ക്കെവിടെയോ ഭംഗം വന്നപ്പോൾ യേശു യായിറോസിന്റെ ഭവനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് യേശുവിൻ്റെ അടുക്കലേക്ക് യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് യായിറോസിനോട് പറയുന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, ഗുരുവിനെ പറഞ്ഞു വിട്ടേര്. യേശു ഈ വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. യേശു ഈ വാക്ക് കാര്യമാക്കാതെ, ഏത് വാക്ക്? യായിറോസിന്റെ വീട്ടിൽ നിന്ന് വന്ന് യായിറോസിനോട് പറഞ്ഞ വാക്ക്, നിന്റെ മകൾ മരിച്ചുപോയി. ആ വാക്ക് യേശു കാര്യമാക്കിയില്ല. യായിറോസിനോട് യേശു ഇങ്ങനെ പറഞ്ഞു, വിശ്വസിക്ക മാത്രം ചെയ്യുക, വിശ്വസിക്ക മാത്രം ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, ഈ തിരുവചനം, യേശുവിന്റെ വാക്കുകൾ നിങ്ങളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വിശ്വസിക്ക മാത്രം ചെയ്യുക. അവിടെയാണ് അത്ഭുതം വെളിപ്പെടുന്നത്, അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്, അവിടെയാണ് അസാധാരണമായ കാര്യങ്ങളെ വെളിപ്പെടുന്നത്. മനുഷ്യന്റെ വാക്ക് കേട്ടും നീ തളർന്നു പോകരുത്. യേശു നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായി നിൽക്കുകയാണ്. യായിറോസിനോട് പറയുന്ന വാക്ക് യേശുവിനോട് പറയുന്നതിന് തുല്യമാണ്. യായിറോസിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്ന വാക്കുകളാണത്. യായിറോസ് തളർന്നു പോകുന്ന വാക്കുകളാണത്. പ്രതീക്ഷയോടുകൂടിയാ വന്നത്, യേശു എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കും, യേശു എൻ്റെ കുഞ്ഞിനെ വിടുവിക്കും. ആ പ്രതീക്ഷകളെ തകർക്കുന്ന വാക്കുകൾ തൻ്റെ ഭവനത്തിൽ നിന്ന് കേൾക്കുകയാണ്. യേശു അവനെ ആശ്വസിപ്പിക്കുന്ന വാക്കായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. യേശു ആ വാക്ക് യായിറോസിനോട് പറഞ്ഞത് ഒരു ആശ്വാസത്തിന്റെ വാക്കായിട്ടല്ല, മറിച്ച് അവന്റെ ഹൃദയത്തിൽ എന്നേക്കുമായി രേഖപ്പെടുത്തുന്ന, അഥവാ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ യേശുവിനെ സേവിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു പദമാണത്. എന്താണ് ആ പദം? നീ എന്നിൽ വിശ്വസിക്ക, നീ എന്നിൽ വിശ്വസിക്ക. നീ എന്നെ തേടി വന്നിട്ട് എന്നെ നിന്റെ വീട്ടിലൊക്കെ കൊണ്ടുപോകാൻ നീ മനസ്സ് കാണിച്ചെങ്കിൽ ഉറപ്പ് ഞാൻ തരുന്നു, നീ വേറൊന്നും ചെയ്യണ്ട, നീ ഒന്ന് വിശ്വസിച്ചാൽ മതി. എന്താണ് യായിറോസ് വിശ്വസിക്കേണ്ടത്? യായിറോസേ, നിന്നോട് കൂടെ വരുന്നവൻ പുനരുത്ഥാനമാണ്. യായിറോസേ, നിന്നോട് കൂടെ വരുന്നവൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ്. സുവിശേഷം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിതാവായ ദൈവം മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രൻ താനും താൻ ഇച്ഛിക്കുന്നവരെ ഉണർത്തി ജീവിപ്പിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ നാം സേവിക്കുന്നവൻ
നമ്മോട് കൂടെയുള്ളവൻ മരണത്തെ കണ്ട് പിന്മാറുന്നവനല്ല, മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ഇന്നും നിനക്ക് വേണ്ടി ജീവിക്കുന്ന നിന്റെ മരണത്തെ നീക്കി നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ ശക്തനായവനെയാണ് നിങ്ങൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ആ വാക്കുകൾ യായിറോസ് വിശ്വസിക്കുന്നു. ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. യായിറോസിന്റെ ഭവനത്തിൽ വെളിപ്പെട്ട കണ്ണുനീരിന്റെ അനുഭവത്തെ അരിമനാഥൻ അവന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് ബാലേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ നിന്നെന്ന പോലെ അവളെ എഴുന്നേൽപ്പിച്ച് അപ്പനും അമ്മയ്ക്കും ഏൽപ്പിച്ചു കൊടുത്തവന്റെ ദൈവപ്രവൃത്തി നിങ്ങളുടെ നടുവിൽ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ തിരുവചനത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ സേവിക്കുന്ന ദൈവം നിങ്ങളുടെ മരണത്തെ മാറ്റാൻ മതിയായവനാണെന്ന്. അവൻ ധന്യനായ ഏകാധിപതിയാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, മനുഷ്യരാരും കാണാത്തവനാണ്. എങ്കിലും അവൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. ഏതനുഭവത്തെയും മാറ്റി, ഏത് സാഹചര്യത്തെയും നമുക്ക് അനുകൂലമാക്കി മാറ്റി, നമ്മുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെ മാറ്റി നമ്മിൽ ആനന്ദം നൽകുവാൻ ഇവൻ ശക്തനായ ദൈവമാണ്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ വാക്ക് മനുഷ്യൻ്റെ വാക്കല്ല, കർത്താവ് നമ്മോട് പറയുന്ന വാക്കാണ്. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നമുക്ക് കാണാൻ ഒരവസരം പരിശുദ്ധാത്മാവ് തരികയാണ്. ഇല്ല, നമ്മുടെ ജീവിതത്തിൽ തുടർന്നുള്ള ഓരോ ദിനവും ഈ വിശ്വാസത്തോടെ എന്നിലുള്ള യേശുവിനെ, എന്നോട് കൂടെയുള്ള യേശുവിനെ ആഴമായി ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നമ്മെ അത്ഭുതങ്ങളിലേക്ക് നടത്താൻ മതിയായതാണ്. ആകയാൽ വിശ്വസിക്കുക, കർത്താവ് നമ്മിൽ അത്ഭുതങ്ങളെ ചെയ്യും. പിതാവിൻ്റെ നാമമഹത്വത്തിനായി, യേശുവിൻ്റെ നാമമഹത്വത്തിനായി നമ്മെ അവൻ തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.